മക്കളെ നമ്മളെ വഞ്ചിലെ പണിയൊക്കെ കഴിഞ്ഞ് ഇറക്കി നമ്മതേ വീശാൻ പോകേട്ടാ വേട്ട ആരംഭിക്കാൻ പോവാണ്. അപ്പം നേരെ വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ സ്പോട്ടിൽ വന്നേക്കാണ്. ഇവിടുന്ന് വളരെ കളക്കുണ്ടല്ലേ, കളക്കുന്നുണ്ട്. നമ്മുടെ ആദ്യത്തെ സ്പോട്ടിലൊരു കെട്ടിൽ തൂമുകുഴിയിൽ, പണ്ടത്തെ തൂമുകുഴി അവിടെ വീശാൻ പോണം. ഇവിടെ വേറെ വഞ്ചിക്കാരൊക്കെ ഉണ്ട്, രണ്ട് മലയാള ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ആദ്യത്തെ വല വീശാൻ പോവാണ്. പഠിച്ചോ നിൽക്കട്ടാ. നിൽക്കട്ടെ നോക്കിക്കോ. നമുക്കൊരു കരിമീൻ കിട്ടിയോട്ടാ, ഫസ്റ്റ് കരിമീൻ. നമുക്കിവിടെ വലിവായുണ്ടേ, ഈ കെട്ടിന്നുള്ള വലിവായുണ്ട് വഞ്ചി വലയൊക്കെ ഇടാൻ പറ്റില്ല. പിന്നെ നമുക്ക് വഞ്ചി കെട്ടിടാനും പറ്റില്ല. കാരണം വെച്ചാൽ മുങ്ങനുസരിച്ച് നമ്മൾ വഞ്ചി നീക്കി കൊടുക്കണം. പിന്നെ മീൻ പിടിക്കുമ്പോൾ കട്ടട വഞ്ചി അടുപ്പിച്ച് കൊടുക്കണം. അപ്പോൾ ഒരു ഗ്യാപ്പിൽ നിന്നാണ് വീഡിയോ ഒക്കെ എടുക്കണത്. ഇപ്പം നല്ല വലിവുണ്ട്. അല്ല ഉണ്ടോ? ഉണ്ടോ? പൊക്കൂല നോക്കിക്കൊണ്ടിരിക്കുകയാണ്, കിട്ടാൻ സാധ്യതയുണ്ട്. നമ്മൾ മുരിങ്ങ ചവിട്ടിക്കാണ് ഒരു ന്യൂട്രൽ പോയിന്റിലാണ് പിടിച്ചേക്കണത്. കാരണം ഒന്നമർത്തിക്കഴിഞ്ഞാൽ കാല് മുറിയണ വഴി അറിയില്ല. ഒരു നൈക്കിലാണ് ചവിട്ടിയേക്കണത്. നമുക്കൊരു ചെമ്പലിടിയുണ്ടോ? ആദ്യം വലിയ ടൈപ്പൊന്നുമല്ല, ചെറിയ ടൈപ്പ് തന്നെയാണ്. ഇതാണ്ട് നമുക്കിട്ട് ചെമ്പല്ലി അല്ല പറഞ്ഞ നമുക്കിട്ട് ചെമ്പല്ലി. ഇതൊക്കെ ആദ്യത്തെ കരിമീൻ. രണ്ട് മീനെ ഇപ്പോൾ ഇവിടുന്ന് കിട്ടിയിട്ടുള്ളൂ. നമ്മപ്പോൾ ഇവിടുന്ന് വല പൊക്കെയാണ്. നമുക്ക് ആ ഒരു ചെമ്പല്ലി ഒരു കരിമീൻ കിട്ടിയുള്ളൂ. നമുക്ക് അടുത്ത സ്പോട്ടിലേക്ക് പോകാം. നമ്മൾ അടുത്ത വല വീശാണ്. നമ്മൾ വീശാറുള്ള സ്പോട്ടിലെന്നുള്ള വീശണത്. നമ്മൾ സ്ഥലം മാറ്റി പിടിച്ച് ഇവിടെ നിന്ന് വീശാറില്ല, അത് വീശി നോക്കിയാണ്. കുറച്ച് കല്ലൊക്കെ ഉണ്ട് അവിടെ. മക്കളെ നമുക്കപ്പോൾ ഒരു ചെമ്പല്ലി കിട്ടിയിട്ടുണ്ട്. പ്രതീക്ഷയുള്ള സ്ഥലത്തൊന്നും മീനില്ല. ചെമ്പല്ലി നമുക്കപ്പോൾ ഇവിടെ നിന്ന് ഒരു ചെമ്പല്ലി ഇട്ടിട്ടുള്ളൂ. നമ്മൾ ഇനി അടുത്ത സ്പോട്ടിലേക്ക് പോവുകയാണ്. അയ്യോ, അപ്പൊ ഇവിടെ നിന്ന് ഒരു കരിമീനെ പൊക്കിയിട്ടുണ്ട്. വീണ്ടും ഓരോ പൊക്കിയിട്ടുണ്ട്. അത്ര വലിയ ടൈപ്പ് ഒന്നും അല്ലെങ്കിലും മീഡിയം ടൈപ്പാണ്. അപ്പൊ ആ നെക്സ്റ്റ് വൺ പൊക്കിയിട്ടുണ്ട്. എല്ലാം ഈ ടൈപ്പ് തന്നെയാണ്. അത് നമ്മൾ അവിടുന്ന് വലയെടുത്ത് അടുത്ത സ്പോട്ടിൽ വന്ന് വീശാണ്. അവിടുന്ന് അത്ര മീൻ കിട്ടിയുള്ളൂ. അപ്പോൾ നമുക്കൊരു കരിമീൻ കിട്ടിയിട്ടുണ്ട്. മുങ്ങിയൊക്കെയാണ്. അയ്യോ കൊമ്പൊടിഞ്ഞ് പണ്ടാറും മുള്ളുമേ കയറി പിടിച്ചത് കേട്ടോ. കേട്ടോ അപ്പം അടുത്ത നമ്മുടെ മെയിൻ സ്പോട്ട് കുഴിയിൽ വീശാൻ വന്നൊക്കെയാണ്. അപ്പോൾ കുഴിയിൽ വല വീശിട്ടൊക്കെയാണ്. ആ വെള്ളം ഒഴി വരുന്നത് പഴയ കെട്ടാർന്ന് അത് പൊളിഞ്ഞിപ്പോൾ വെള്ളം വലിഞ്ഞൊരു കുഴി അയക്കണം. നമ്മൾ അകത്തും വീശാറുണ്ട്, പുറത്തും വീശാറുണ്ട്. നമുക്ക് പുറത്ത് വീശിട്ട് നമുക്ക് വലിയ മീനൊക്കെ ഇടിയിട്ടുണ്ട്. കാളാഞ്ചി, ചെമ്പല്ലി കാര്യങ്ങളൊക്കെ ഇടിയിട്ടുണ്ട് നമുക്ക്. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകത പറയാനൊന്നുമില്ല. കാരണം വെച്ചാൽ ഇവിടെ നീർനായ ഉണ്ട്, മലമ്പാമ്പുണ്ട്, ചീങ്കണ്ണിയുണ്ട്. ചീങ്കണ്ണിന് ഉദ്ദേശിച്ചത് നമ്മളെ മുതലുള്ള പോലിരിക്കുന്ന സാധനം, ആ ചുണ്ട് നീണ്ടത്. അതിവിടെ പ്രളയത്തിന് കിടക്കുന്ന വെള്ളം വന്നപ്പോൾ അതിൽ കൂടി ഇങ്ങനെ വന്നതാണ്. അപ്പം അന്ന് ഒരു വർഷം മാത്രമേ കണ്ടിട്ടുള്ളൂ, പിന്നെ ഈ സാധനത്തിന് കണ്ടിട്ടില്ല. പിന്നെ നീർനായൊക്കെ നമ്മൾ കാണാറുണ്ട്, മലമ്പാമ്പിനെയും കാണാറുണ്ട്. ഈ സാധനത്തിനെ പിന്നെ കണ്ടിട്ടില്ല ചീങ്കണ്ണിനെ. വലിയ മീനാണോ? ഒരു മീൻ കിട്ടിയിട്ടുണ്ട്. എന്ത് മീനാന്ന് പിടുത്തില്ല, വലിയ മീനാന്ന് പറഞ്ഞാൽ. ഒന്നില്ലെങ്കിൽ ഇവിടുന്ന് കിട്ടാറുള്ളതെന്നൊരു വലിയ ചെമ്പല്ലി അല്ലെങ്കിൽ കാളാഞ്ചി.
ഇതാ കിട്ടിയിരുന്നത്, നമുക്ക് ഇരിക്കുമ്പോൾ കിട്ടിയിരുന്നത് കാണാൻ ചോടുന്നു. വലിയ ചെമ്പല്ലിയാണ്. വലിയ ചെമ്പല്ലിയാണോ? ആ വലിയ ചെമ്പല്ലിയാണോ? നോക്കട്ടെ. വലയിലുണ്ടോ? വലയെന്ന് പോയാ? ആ സാധനം ഉണ്ട് കേട്ടോ. അത് പൊക്കണ വരെ വെയിറ്റ് ചെയ്യാം നമുക്ക്. ഇടിയാ 5 കിതര ഇട്ടായി മക്കളെ നിൽക്കടാ. മക്കളെ സാധനം കിട്ടിയിട്ടുണ്ട്. ചെമ്പല്ലിയാണ് കേട്ടാ. ചെമ്പല്ലിയാണ്ടായി സാധനം ഇപ്പോൾ പൊന്തും കേട്ടാ. വെള്ളം വല്ലുകൊണ്ടേ നിൽക്കാൻ പറ്റില്ല. വലിയതാണ്. വേറെ ഉണ്ടോ? വേറെയും ഉണ്ട് ചെമ്പല്ലി. ഇതിനെ പിടിച്ചിട്ട് ഞാൻ പോകണമോ? അടിപൊളി. അടിപൊളിയോടെ അടിപൊളി. അന്ന് വെറുതെ ഇല്ല ഇപ്പം. അല്ലക്കത് കേട്ടോ. വൈകുന്നേരമേ അഞ്ച് തരാ. പറഞ്ഞോളിട്ടാ ആണോ? സാധനം കണ്ടല്ലോ. നിൽക്കട്ടാ. അതെ അടുത്തത് 5 കളിച്ചോട്ടാ. അടുത്തത് കണ്ടോ ചെമ്പലിനെ? ഒന്നല്ല 2 എണ്ണം. അടുത്ത ഇപ്പുറം കലക്കി കലക്കി. പറഞ്ഞറിഞ്ഞേ ഒക്കെ പൊട്ടിയേക്കണ കൈ കുറേ പൊട്ടിയാറുണ്ട്. ഇപ്പം അറിയില്ലത്, കുളിയെ കഴിയുമ്പോൾ അറിയുള്ളൂ. അപ്പോൾ നമ്മൾ വീശൽ അവസാനിപ്പിച്ച് നമ്മൾ നിർത്തി നമ്മൾ വീട്ടിലേക്ക് പോയാണ്. നമുക്ക് ആവശ്യമുള്ള സാധനം കിട്ടിയിട്ടുണ്ട്. എന്തായാലും നഷ്ടക്കച്ചവടം വന്നില്ല. ലാസ്റ്റ് വിലയിലെങ്കിലും 2 ചെമ്പല്ലി കിട്ടി. ഹാപ്പി. നമുക്കിനി വീട്ടിൽ ചെന്നിട്ട് എത്ര കിലോ മീൻ കിട്ടിയെന്ന് തൂക്കി നോക്കാം. ചെമ്പല്ലി എത്ര ഉണ്ടെന്ന് നമുക്ക് തൂക്കി നോക്കാം. ഇതാണ് നമുക്ക് ഇന്ന് കിട്ടിയ മീൻ. കുറച്ച് കിട്ടിയുള്ളൂ, എന്നാലും കുഴപ്പമില്ല. 2 ചെമ്പല്ലി കിട്ടിയോണ്ട് നമ്മൾ ഹാപ്പിയായി. അപ്പോൾ നമുക്ക് ചെമ്പല്ലി എത്ര കിലോ ഉണ്ട് നമുക്ക് തൂക്കി നോക്കാം. ചെമ്പല്ലി അപ്പോൾ ഒരെണ്ണം 1/2 കിലോ ഉണ്ട്. നമുക്ക് അടുത്ത ചെമ്പല്ലി ഒരെണ്ണം നോക്കാം എത്ര ഉണ്ടെന്ന്. അപ്പോൾ രണ്ടാമത്തെ ചെമ്പല്ലി കിട്ടിയാൽ നമുക്ക് 360 ഇടാ. അപ്പോൾ ചെമ്പല്ലി മാത്രം നമ്മൾ തൂക്കിയിട്ട് 1,200 ഉണ്ട് നമുക്ക്. അപ്പോൾ മൊത്തം മീൻ നമ്മൾ തൂക്കിയിട്ട് നമുക്ക് 2 കിലോ താഴെ ഉണ്ട് എന്നിട്ടേക്കുന്ന മീൻ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.